ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും അറസ്റ്റ്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ്. പാളികൾ കൊണ്ടുപോകുമ്പോഴും തിരികെ കൊണ്ടുവരുമ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ശ്രീകുമാർ. അർജുൻ കല്യാണ വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ സ്വർണ്ണപ്പാളി കേസിൽ ഒരാൾ കൂടി, ഒരു ഉദ്യോഗസ്ഥൻ കൂടി അറസ്റ്റിലായിരിക്കുന്നു. എന്താണ് അറിയാനാകുന്നത്? തീർച്ചയായിട്ടും സ്മൃതി, അതീവ നിർണായകമായിട്ടുള്ള നീക്കമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാളികൾ കൊണ്ടുപോകുമ്പോഴും അത് തിരികെ കൊണ്ടുവരുമ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ചുമതലയിൽ ഉണ്ടായിരുന്നത് ഈ ശ്രീകുമാർ ആണ് എന്നുള്ളതാണ് SIT സംഘം വിലയിരുത്തുന്നത്. ഈ പാളികൾ കൊണ്ടുപോകുമ്പോഴും അതിനകത്ത് ഈ പറയുന്ന ഈ സ്വർണ്ണപ്പാളിയിൽ ചെമ്പ് പാളിയാണ് എന്ന് രേഖപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള വിശദമായ രീതിയിലുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥനെതിരെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ശ്രീകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ കടന്നിട്ടുള്ളത്. എന്തായാലും ഇതിനകത്ത് വിശദമായ രീതിയിൽ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന ആ ഒരു സമയത്ത് കൂടുതൽ അറസ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു തുടർ നടപടികളില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ അറസ്റ്റിലേക്ക്, കൂടുതൽ വിശദമായ രീതിയിലുള്ള അന്വേഷണത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഇപ്പോൾ ഈ അറസ്റ്റിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും അതീവ നിർണായകമായിട്ടുള്ള ഒരു നീക്കം കൂടിയാണ് ഈ പറയുന്ന ശ്രീകുമാറിന്റെ അറസ്റ്റിലൂടെ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. പ്രധാനമായും ഇനി ആരിലേക്കൊക്കെ അന്വേഷണം നീളുമെന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏറ്റവും പ്രധാനമായി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം എത്തും എന്നുള്ള സൂചനകളെല്ലാം പുറത്തേക്ക് വന്നിരുന്നു. അവരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഈ പറയുന്ന രീതിയിലുള്ള ചില വാർത്തകളുമൊക്കെ പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരം നടപടികളിലേക്ക് കൂടി ഇനിയിപ്പോൾ കടക്കും ഉയർന്ന ചോദ്യം. എന്തായാലും ഈ പാളികൾ കൊണ്ടുപോകുമ്പോഴും അത് തിരികെ കൊണ്ടുവരുമ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ചുമതലയിൽ ഉണ്ടായിരുന്നത് ശ്രീകുമാറാണ്. ശ്രീകുമാറിന് കൃത്യമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ഒരു പങ്കുണ്ട് എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും SIT അറസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റായിരിക്കുന്നത്.